ഇതെന്റെ ബർത്ത്ഡേ വ്ലോഗാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ ദിവസമല്ല, നമ്മൾ 2-3 ദിവസമായി ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട് ഇന്നൊരു ലോങ് വ്ളോഗാണ്. ലോങ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. യെസ് ഗൈസ്, അപ്പോൾ ഇന്ന് ജൂൺ 7th ആണ്. എൻ്റെ ബർത്ത്ഡേ വന്നിട്ട് ജൂൺ 11th അപ്പം ഇന്ന് തൊട്ടേ എന്തിന് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ, എല്ലാ വർഷവും ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ആകപ്പാടെ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണ ഒരു കാര്യമാണ് കേക്കെല്ലാം കട്ട് ചെയ്ത് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യും കേട്ടോ. അപ്പം ആ ദിവസമാണ് ഇന്ന്. അപ്പം ഇന്ന് തൊട്ടേ തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പം ബർത്ത്ഡേയുടെ അന്ന് ഒരുപാട് പേരൊന്നും കാണൂല, അപ്പം കുറേ പേർക്ക് വരാൻ പറ്റൂല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിഭഞ്ചിക, അവർക്കൊന്നും വരാൻ പറ്റൂല, ഇവിടെ ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇന്ന് ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ചെറുതായിട്ടൊരു കേക്കെല്ലാം കട്ട് ചെയ്ത് എൻ്റെ വേറെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇന്ന് ഈദാണ് 7. അപ്പം അതിൻ്റെ എല്ലാം കൂടെ ഒരു കൊച്ചു പാർട്ടി പോലെ ഇന്നുണ്ട്. അപ്പം എണീറ്റ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ബർത്ത്ഡേയുടെ ആ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, കേക്ക് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പം വൺസ് മോർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വേറെ എന്താ പറയാനുള്ള, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി അവർ വരുമ്പം ബാക്കി കാണിച്ചു തരാം. അൺഫോർച്ചുനേറ്റ്ലി വിഭജിക്ക് ഇന്ന് വരാൻ പറ്റൂല. ഇപ്പോഴാണ് പറഞ്ഞത്. ദോശ കഴിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോഴത്തേനെ പപ്പയുടെ ഓഫീസിലെ ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ആൻറ്റി ദോശയും ചട്നിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റി പോണതിന് മുമ്പ് ഈ ചട്നിയുടെ റെസിപ്പി ചോദിക്കണം. അടിപൊളി ടേസ്റ്റ്. ഞാനാണെങ്കിൽ വയറ് നിറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാണ്ടിരുന്നതാണ്. 3 ദോശ തീർന്നു. ഈ ചട്നിയുടെ റെസിപ്പി ചോദിച്ചിട്ട് ഞാൻ ഇത് യൂട്യൂബിൽ ഷെയർ ചെയ്യും. ഓക്കെ, തരാം, തീർക്കട്ട്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നപ്പോൾ നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീയാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഒരു ബോഡിക്കോൺ വൈറ്റ് ഡ്രസ്സ് വന്നിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. അതിൻ്റെ മണ്ടേ കൂടെ ഒരു ഷക്സ് പോലത്തത്, ഒരു സോഫ്റ്റ് മെറ്റീരിയൽ. ഈ കൊറിയൻ ആ ഒരു ടൈപ്പ് എന്തൊക്കെയാണ് തീം ചെയ്ത് വെച്ചേക്കണം. അപ്പം ഫുള്ള് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പം റെഡി ആവാൻ പോവുകയാണ് ഗൈസ്. പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കണക്ക് തന്നെ. ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ ഇടാം. വിഭജിക വരാത്തത് പെട്ടെന്ന് ഒരു പ്ലാൻ ചേഞ്ച് അവൾക്ക് വരാൻ പറ്റിയില്ല. കാര്യമില്ല, നമുക്ക് നെക്സ്റ്റ് ബർത്ത്ഡേക്ക് സെറ്റാക്കാം. ഞാൻ ഇങ്ങനെയാണ് നോക്കേണ്ടത്. സോറി. നെക്സ്റ്റ് നമുക്ക് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഫെയർ ആൻഡ് ലവ്ലി, അത് തീരാറായി യൂസ് ചെയ്ത്. ഓക്കെ, ഞാൻ അവരെയൊക്കെ കാണിച്ചു തരാമേ. അവർ പുറത്തിരിക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടെ കറണ്ടും പോയി.
അങ്ങനെ ഫുള്ള് ഹറി ബറിയായിരുന്നു. ഇപ്പം കുറച്ച് മുമ്പ് വന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി എന്തുവാ, കുറച്ച് ടാൽക്കം പൗഡർ, പോൺസ്. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഐലൈനർ വരയ്ക്കുന്നു, ഒരു ലിപ്സ്റ്റിക് ഇടുന്നു. ഹദാ ഹുവ. എൻ്റെ പുതിയ കമ്മലാണ്, കണ്ടു എങ്ങനെയുണ്ട്? ക്യാമറ നോക്കി ഐബ്രോസ് ഫില്ല് ചെയ്യാൻ അറിഞ്ഞൂടാ. ഞാൻ ഇന്നലെ പോയി ത്രെഡ് ചെയ്തതേ ഉള്ളൂ. ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് എനിക്ക് ദാണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിനെ മാത്രം എനിക്കിങ്ങനെ ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഐലൈനർ വരയ്ക്കാം. ഡാസ്ലറിൻ്റെ. എനിക്ക് ഇങ്ങനെ നോക്കി വരയ്ക്കാൻ അറിഞ്ഞൂടാ. വരയ്ക്കാൻ അറിഞ്ഞൂടെന്നല്ല, വരച്ചാൽ ശരിയാവൂല, അതാണ് കാര്യം. ഓക്കെ, അയ്യോ കൊള്ളൂല. ഞാൻ പോയി കറക്റ്റായിട്ട് വരച്ചിട്ട് വരാം. എൻ്റെ പിള്ളേരെ കാണിച്ചു തരാമേ. ഒരു ഹായ് പറയോ, ഹായ് പറയോ. പപ്പ അവിടെ എന്തോ പണിയിലാണ്, അപ്പച്ചനിവിടെ ഉണ്ട്. ഓക്കെ, മമ്മി അടുക്കളയിൽ പണിയിലാണ്. അപ്പം നമുക്ക് ബാക്കി പോയി ഗെറ്റ് റെഡി വിത്ത് ചെയ്യാം. ഇവിടെ നിന്ന് ഡോൺ മൈൻഡ്, ഇത് ഇവിടെ ഞാൻ കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അയ്യോ, ഇത് ഞാൻ ഒരു കൊറിയൻ ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. അത് ഫോട്ടോയിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇപ്പം നല്ല കാണാൻ ഭംഗിയില്ലെങ്കിലും നമുക്ക് ഫോട്ടോയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഓക്കെ, അപ്പം ബാക്കി ഐലൈനർ വരച്ചിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇടണം. ഇനി നമ്മളെ ഫേവറേറ്റ് ലിപ് ഷെയ്ഡ് ഡാസ്ലറിൻ്റെ. ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നല്ല അടിപൊളി ലിപ് ഷെയ്ഡാണ്. ഇത് ഉണങ്ങി കഴിയുമ്പോഴാണ് കറക്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇതിനി ഉണങ്ങണം, എന്നാലേ സെറ്റ് ആവുള്ളൂ. ഇനി എന്താ, ഇനി വേറെ ഒന്നുമില്ല. ഇനി ഹെയറും കൂടെ, അത് സമയമാവട്ടെ. ഫോട്ടോ എടുക്കുന്ന ചേട്ടൻ ഇനിയും കുറച്ചുകൂടെ ലേറ്റ് ആവും. വന്നിട്ട് നമുക്ക് തലമുടി ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തിടണം. അപ്പം നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ കംപ്ലീറ്റ് ആവും. വിഭജിക വന്ന് പറഞ്ഞ ഞാൻ ബ്ലോഗിൽ പറയായിരുന്നു എവിടെ വരൂലെന്ന്. ഗൈസ്, അവര് വന്ന്. ഞാൻ വിചാരിച്ചില്ല വരുന്നു. ഞാനും വിചാരിച്ചില്ല വരുന്നു. ഇതാണ് വിഭജികയുടെ ചേച്ചി, ഡോക്ടർ വിസ്മയ. അതെ അതെ, ഇത് സൂൺ ടു ബി ഡോക്ടർ വിഭജിക. താങ്ക്സ് ഫോർ കമ്മിങ്. എനിക്കൊരു ഊഹമുണ്ട്. ഉണ്ടല്ലേ, എനിക്ക് തോന്നി. എനിക്കറിയായിരുന്നു ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തത്. കിട്ടിയതുള്ളന്ന് രോമാഞ്ചം കാണിച്ചു തരാൻ കയ്യില് മൂടിയില്ല. കുറച്ചുകൂടെ കരി കിട്ടുന്നില്ല. എന്റെ ഫേവറേറ്റ് ബുക്കാണ് ട്വിസ്റ്റഡ്. താങ്ക് യു. ഓക്കെ.
എന്റെ തംസപ്പ് എനിക്കത് കിട്ടുന്നുണ്ട്. ഓക്കെ 11-ാം തീയതിയാണ് എന്റെ ബർത്ത്ഡേ. ഇങ്ങനെ പാട്ടുപാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ജോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. Love you. മമ്മി അവര് പോണ്. ഞാനാണ് ഫസ്റ്റ് വിഷ് ചെയ്ത ബർത്ത്ഡേ. ആരും 12 മണിക്ക് വിഷ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ സത്യം സത്യം. ശരി ചേച്ചി, കാണാം. താങ്ക് യു. വണ്ടി വരുന്നുണ്ട്. എന്റെ ബാഗ് ഫോൺ എന്റെ അടുത്തില്ലേ? ഇനി എവിടെയൊക്കെ കൊണ്ടിട്ടേക്കണം. ഓക്കെ, ടാറ്റാ. കാണിക്കല്ലെന്ന് പറഞ്ഞോണ്ട് ആദ്യം ജോബി ചേട്ടനെ തന്നെ കാണിച്ച്. ഗൈസ്, നമ്മളിവിടെ ഫോട്ടോഷൂട്ട് തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, ഈ ഡ്രസ് കണ്ട കിലുക്കത്തിൽ ആ പെങ്കൊച്ചിനെ പോലെ ഉണ്ടാ? പറ, ഈ ഡ്രസ് കണ്ട കിലുക്കത്തിൽ ആ കൊച്ചിനെ പോലെയാണോ ഉള്ളത്? ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ലുലുവിലെ വെസ്റ്റ് സൈഡിൽ പോയി എടുത്ത ഡ്രസ്സാണ് ഞാൻ. മനസ്സിലായോ? നീ എന്ത് കുഴപ്പം? കമന്റ് ചെയ്ത് ഗൈസ്, നമ്മള് അടിമലത്തുറ എത്തി. ഈ പശു ഇങ്ങനെ നോക്കണം. ഹായ് ഹായ്. അയ്യോ, ഓ, നമ്മൾ ലാസ്റ്റ് ഒരു വ്ളോഗില് മമ്മിയുടെ പപ്പയുടെ എല്ലാവരുടെയും കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഉണ്ട്. ഇന്ന് മമ്മിയും പപ്പയൊന്നുമില്ല, ഫ്രണ്ട്സും മുകളിലത്തെ ചേച്ചിയും ചേട്ടനും എൻ്റെ പപ്പയും മാത്രമേ ഉള്ളൂ. ഗൈസ്, അപ്പു ഞാനും കൂടെ ഇവിടെ മണ്ണ് വാരി കളിച്ചോണ്ടിരിക്കണം അല്ലേ അപ്പു? അപ്പുവിൻ്റെ അച്ഛനും അമ്മയും അവിടെ ഫോട്ടോഷൂട്ട് ചെയ്തോണ്ടിരിക്കണം. നമുക്ക് ഒരുമിച്ച് മണ്ണ് വാരി കളിക്കാം. നമുക്കൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. നേരത്തെ കുപ്പി എവിടെ അപ്പു? കുപ്പി എവിടെ? ആ, അതിനെ വാങ്ങിച്ചോ. വാ, ഇവിടെ കൊണ്ടുവാ, ഇവിടെ കൊണ്ടുവാ. ഇതാണ് നമ്മുടെ അപ്പുക്കുട്ടൻ. അയ്യോ, എവിടെ പോണത്? ആ പോണ്. ഗൈസ്, ഇത് കണ്ട എന്റെ കയ്യിലിരിക്കണ ഫ്ലവർ. അയ്യോ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതേപോലത്തെ ഒരു ബൊക്കെ എല്ലാം വെച്ചിട്ട്, ഫ്ലവറിന്റെ ബൊക്കെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് ഇവിടെ ഇരുന്ന് ഇന്നത്തേക്ക് ഞാൻ ഇവിടെ വെച്ച് എൻഡാക്കണം. ലൈക്ക് എല്ലാവരും വന്ന്. വിഭജിക രാവിലെ വരൂലെന്നാ പറഞ്ഞിരുന്നത്, പിന്നെ പെട്ടെന്ന് നമുക്ക് വരാൻ പറ്റി. അങ്ങനെ അവർ വന്ന് കേക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് പോയി. അതിനുശേഷം പിന്നെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത്, എന്നിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ എടുക്കാൻ വേണ്ടിയിട്ട് അടിമലത്തുറ വന്നതാണ്. അപ്പം ചേച്ചി, പപ്പ, എൻ്റെ ഫ്രണ്ട്സ് അവരെല്ലാവരും ഉണ്ട്. മമ്മി വന്നില്ല. അപ്പം ഈ പോർഷൻ ഞാൻ ഇവിടെ വെച്ച് കട്ടാക്കിയിട്ട് ഇനി നമ്മൾ എടുക്കാൻ പോണ പോർഷൻ
11-നായിരിക്കും എൻ്റെ ബർത്ത്ഡേയുടെ അന്ന്. ഓക്കെ, അതുകൊണ്ടിട്ട് ഇതിനിവിടെ ബ്രേക്ക് ഇടണ്ടല്ലോ. അപ്പം നമുക്ക് എന്തായാലും ജൂൺ 11-ന് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ പതുക്കെ സംസാരിക്കണം. എന്തെന്ന് വെച്ചാൽ ഇപ്പം സമയം 11:51 അപ്പം ഞാൻ വിചാരിച്ച് ഒരു കുട്ടി കേക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ കേക്കൊന്നുമല്ല, ചെറിയ കേക്ക്. അപ്പം നിങ്ങളുമായിട്ട് ഒരുമിച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ, അപ്പം ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അവൾ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. 11:51, 12 മണിക്കെങ്കിലും എന്നെ വിളിക്കുമെന്തോ. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്താ സമയമൊക്കെ താന്ന് പറയുന്ന മുമ്പേ പോയി. ഒരു വർഷം ഇതാന്ന് പറയുന്നത് കഴിഞ്ഞു. ലാസ്റ്റ് ബർത്ത്ഡേ ഇപ്പം കഴിഞ്ഞതുപോലെ തോന്നുന്നു. പിന്നെന്താ, ലാസ്റ്റ് ബർത്ത്ഡേ വാസ് ദ വേസ്റ്റ് ബർത്ത്ഡേ. പക്ഷേ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഭയങ്കര ബെസ്റ്റാണ്, ഭയങ്കര സ്പെഷ്യലാണ്. ഓക്കെ, പിന്നെ ഈ ബർത്ത്ഡേ വ്ളോഗിൽ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയണതായിരിക്കും. അപ്പോൾ എന്താ, അവളുടെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതാ വിളിക്കുന്നുണ്ട്. ഹലോ, ഞാൻ വിചാരിച്ച് മറന്നു കാണുമെന്ന്. എനിക്ക് എഴുതാനുണ്ടായിരുന്നു. അപ്പം ഞാൻ എഴുതിയിട്ട് 2 മണിക്ക് മുന്നേ പുറത്തിട്ട് വന്നു. ഓക്കെ, ഞാൻ വേറൊരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, കട്ട് ചെയ്തു. ഇപ്പം വിളിക്കാമെന്ന് പറഞ്ഞു. അവളിവിടെ സൈഡിലിരുന്നോളൂ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവളെ. ഗൈസ്, ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. വേറെ ആര്? 12 മണിക്ക് മുന്നിൽ വന്നു. അതാണ് 11:57. നമുക്ക് ഇത് കേക്കല്ലേ, ഇതിനെന്തോ ഇതൊരു ചോക്ലേറ്റ് ലാവ, വേറെ എന്തോ പേരാണിത്, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ വിഭജികയുടെ ഫേവറേറ്റ് സംഭവമാണ് ചോക്ലേറ്റ്. കണ്ട കുട്ടി ക്യാൻഡിൽ കണ്ടോ? അയ്യോ, കപ്പ് കേക്ക് എത്രയായി? തിരികെ എത്തിക്കാറായ 59 കഴിയുമ്പോ കത്തിക്കാം. ലാസ്റ്റ് ബർത്ത്ഡേ ഞാൻ ഓർക്കുമ്പോ എനിക്കിപ്പോ കരച്ചിൽ പറഞ്ഞു. അത് വെച്ച് നോക്കുമ്പോ ഇപ്പം ഭയങ്കര ബെസ്റ്റാണ്. ഇന്ന് ഞാൻ വേറൊരു കാര്യം ഇവരുടെ അടുത്ത് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിനക്കറിയായിരിക്കും. ചുപ്രഹോ, ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ. അത് ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും. അയ്യോ പോവല്ലേ, ഇത് വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. സമയായ. അയ്യോ ഇരിക്കണില്ല, അവിടെ ഇരി. അങ്ങോട്ട് കത്തിക്കെട്ടാ. ഓക്കെ, കത്തിക്കാം. 22-ലെ ബെസ്റ്റ് മൊമെന്റാ. നിന്റെ കൂടെയുള്ള എല്ലാ മൊമെന്റും എനിക്ക് ബെസ്റ്റ് തന്നെ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് എക്സ്ട്രാ സ്പെഷ്യൽ ബെസ്റ്റ് മൊമെന്റ് ഒന്നും ഇല്ല. ഞാൻ മനസ്സിൽ ആഗ്രഹിക്കട്ടെ വിഷ്. ആലോചിച്ച് നെഞ്ച് വേദന എടുക്കണം, പേടിപ്പിക്കാതെ. അയ്യോ, ഇപ്പൊ അണയുമായിരുന്നു. 12 മണി. ഫസ്റ്റ് വിഷ് നിന്റെ തന്നെ. അപ്പൊ ഞാൻ ഊതട്ടാ. ഓക്കെ, പാട്ട് പാട്. കട്ട് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു.
എല്ലാ വർഷത്തെയും എൻ്റെ ബർത്ത്ഡേ നിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ കേക്ക് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇത്ര നേരം ബാക്കിയുള്ളവർക്കൊക്കെ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാനും വിചാരിച്ച് ഞാനും ഒരു ഗീവ് അവേ കൊടുക്കാമെന്ന്. അപ്പം ബർത്ത്ഡേക്ക് ഇല്ലേ നോട്ടിഫിക്കേഷൻ, ഹാപ്പി ബർത്ത്ഡേയുടെ നോട്ടിഫിക്കേഷനാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാനും ഒരു കുട്ടി ചെറിയ ഗീവ് അവേ ചെയ്യണുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ആദ്യമായിട്ടുള്ളത് ദാണ്ട് ഈ ഒരു കുട്ടി ഗ്ലാസ് ടംബ്ലറാണ്. ഞാൻ അധികം പുറത്തെടുക്കാത്തതെന്ന് വെച്ചാൽ ഈ കൈയുടെ പാടൊക്കെ ഇതിലാവും. ഒരു ഗ്ലാസിൻ്റെ ഒരു സ്ട്രോ ഒക്കെ വന്നിട്ടുള്ള ഒരു ക്യൂട്ട് ഒരു എസ്തെറ്റിക് ടൈപ്പ് പോലത്തെ ഒരു കുട്ടി ഗ്ലാസ് ടംബ്ലറാണ്. പയ്യെ പൊതിയട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മുടെ കണ്ട ഒരു ക്യൂട്ട് ടോട്ട് ബാഗാണ്. നമുക്ക് പുറത്തൊക്കെ കൂടുതലും അല്ല, ഇതിൽ എനിക്ക് തോന്നുന്നത് എല്ലാം ലേഡീസിൻ്റെ സംഭവങ്ങളാണ്. ബോയ്സ് ഒന്നും വിചാരിക്കരുത്, വേറൊന്നുമല്ല. എനിക്ക് ഏകദേശം എൻ്റെ ഒരു 95% സബ്സ്ക്രൈബേഴ്സും ഗേൾസാണ്. അതുകൊണ്ടല്ല ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എടുത്തത്. എനിക്ക് ബോയ്സിന് എന്തെടുക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടിട്ടാണ് ഞാൻ കൂടുതലും ഒരു ഗേളിഷിന് ആയിട്ടുള്ള സംഭവങ്ങൾ എടുത്തത്. അതുകൊണ്ട് ഈ ഒരു ക്യൂട്ട് ടോട്ട് ബാഗ്. അയ്യോ, എണീറ്റ് നിന്ന് കാണിക്കാൻ ഞാൻ എന്തായാലും ഇതൊക്കെ ഒരു ഷോർട്സിലിടും. അപ്പം ക്ലിയർ ആയിട്ട് നന്നായിട്ട് കാണിച്ചു തരാം. അപ്പം എനിക്ക് ഈ വീഡിയോയിൽ തന്നെ ഇത് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇത് കാണിച്ചു തന്നത്. അപ്പം ഞാൻ ഇത് എന്തായാലും ഷോർട്സ് ആയിട്ട് ഇടും. ഓക്കെ, അപ്പം വേണ്ട ഈ ഒരു ക്യൂട്ട് ടോട്ട് ബാഗ്. പിന്നെ വന്നിട്ട് സ്കൂളെല്ലാം തുറന്ന് കഴിഞ്ഞ് സ്റ്റിൽ സ്കൂളിൽ പോണ ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ദാണ്ട് 2 ക്യൂട്ടായിട്ടുള്ള ഒരു പെൻസില്, റേസറ്, ഷാർപ്നറ്, പെന്ന്, സ്കെയില് പറഞ്ഞ ഒരു ക്യൂട്ട് 2 സെറ്റ്. ദാണ്ട് ബ്ലൂ കളറും ഉണ്ട്, പർപ്പിൾ കളറും ഉണ്ട്. പിന്നെ എന്തുവാ, പിന്നെ ഞാനൊരു റീഡറാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം റീഡറിൻ്റെ വക ഒരു കുട്ടി ബുക്ക്. ഇത് അത്യാവശ്യം ലൈക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഒരു ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതാണ്ട് ഈ ഒരു ബുക്ക് വായിക്കണം കേട്ടാ. യു ക്യാൻ ലീഡ് എ ഹാപ്പി ലൈഫ്. നെക്സ്റ്റ് വൺ കാണിച്ചു തരാം. മെസ്സേജൊക്കെ തുരുതുര വന്നുകൊണ്ടിരിക്കണം. ഇതെൻ്റെ മമ്മി തന്നെ സ്റ്റിച്ച് ചെയ്ത സ്ക്രഞ്ചീസ് ആണേ. ഒരു ബ്രൗണും ഒരു പേസ്റ്റൽ ഗ്രീൻ കളറും. ഇത് രണ്ടും മമ്മി സ്റ്റിച്ച് ചെയ്തതാ. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 ഈസ്തെറ്റിക് ആയിട്ടുള്ള ക്ലച്ചേഴ്സ് ഞാൻ വയ്ക്കുന്നുണ്ട്. ദെൻ നമുക്ക് എന്താ ഉള്ള ക്യൂട്ട് മാല. ഇപ്പം മീഷോയിലൊക്കെ അത്യാവശ്യം വൈറലായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. കാണിച്ചു തരാം. അയ്യോ, ഇതെങ്ങനെ കാണിക്കും ഞാൻ? 1 സെക്കൻഡ്. കാണുന്നുണ്ടോ? ഇത് ഞാൻ ഷോർട്സ് ഇടുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ദാണ്ട ഈ ഒരു 5 ക്യൂട്ട് മാല. അതിൻ്റെ കൂടെ ഞാനൊരു ലേഡീസിൻ്റെ വാച്ച് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഒരു നല്ല ഭംഗിയുള്ള ഒരു വാച്ച്. അകത്ത് റെഡ് എല്ലാം വന്നിട്ട് നല്ല ഭംഗിയുണ്ട്.
ഓക്കെ, അപ്പം ഇത്രയാണ് ഞാൻ ഗീവ് അവേ ആയിട്ട് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കണത്. വലിയ സാധനങ്ങളൊന്നും തരാൻ തൽക്കാലം ഇപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലൊന്നുമില്ല. അപ്പം എൻ്റെ ഉള്ളതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ വെച്ച്. അപ്പം ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേറെ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണോ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടാൽ മതി. ഓക്കെ, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഗീവ് അവേയുടെ വിന്നറിനെ അനൗൺസ് ചെയ്യാം. ജസ്റ്റ് വേറെ ഒന്നും ചെയ്യണ്ട. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ടാൽ മതി. നമുക്ക് കമൻറ്റ് പിക്കർ വഴി അല്ലെങ്കിൽ നമുക്ക് റാൻഡമായിട്ട് കണ്ണടച്ച് ഇങ്ങനെ തൊട്ട് നമുക്ക് ഗീവ് അവേയുടെ വിന്നറിനെ സെലക്ട് ചെയ്യാം. അപ്പം എൻ്റെ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചറിയാം എത്ര ദിവസം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാത്ത് നിങ്ങൾക്കൊരു ഗീവ് അവേ തരാൻ വേണ്ടിയിട്ട് ഇരുന്നേന്ന്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഇനി എന്തെങ്കിലും ഞാൻ ചെന്ന് കിടന്നുറങ്ങട്ടെ. നമുക്ക് രാവിലെ എണീറ്റ് പള്ളിയിൽ പോകണം. 5:45 6 മണിക്കാണ് കുർബാന. 5 മണിക്കെങ്കിലും എണീക്കണം. അപ്പോഴത്തേനും എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ചുമ്മാ പറഞ്ഞാൽ കഴിയാറായി. നാളെ ഇനി പള്ളിയിൽ പോകണം, കോളേജിൽ പോകണം, എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം എന്തായാലും ചെന്ന് കിടക്കാൻ പോണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ രാവിലെ ചർച്ചിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എണീറ്റ്. മണിയിപ്പം 6 മണിയാവാൻ 10 മിനിറ്റ്. 6:15 കുർബാന. നല്ല മഴയുണ്ട് പുറത്ത്. പള്ളിയിൽ പോയിട്ട് വരാം. ഇത് എത്രാമത്തെ കേക്കെന്നറിയാമോ ഇന്നത്തെ? എന്തുവാ? ഓക്കെ, മൈക്ക് ഇവിടെ വെച്ച് സംസാരിക്കൂലേ? താങ്ക് യു. ഇത് വീഡിയോ എടുക്കുമ്പോ ഇവിടെ വെച്ച് സംസാരിക്കൂലേ? കണക്ട് ചെയ്യാൻ കുറച്ചൊരു എളുപ്പമായി. ഇനി പുതിയ മൈക്കൊക്കെ വെച്ചായിരിക്കും ഇനി അടുത്ത വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്.
ഗൈസ് എനിക്ക് രണ്ടാമത്തെ ഫ്ലവർ കിട്ടി. എനിക്ക് ടിൻഡ് കൊണ്ടുവന്ന ഫ്ലവേഴ്സ്. അപ്പൊ ഗൈസ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം ഫൈനലി കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു സ്റ്റാർട്ടിങ് ഇല്ലാത്ത വീഡിയോ ഒക്കെ തുടങ്ങേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഓരോന്ന് നടക്കണുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോയി, അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു എൻഡിങ് ഇടാൻ പറ്റില്ല. പിന്നെ ചടപടയിൽ നിന്ന് നേരെ കോളേജിൽ പോയി, പിന്നെ അവിടെ ഫോൺ അലൗഡ് അല്ല. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതും ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഇത് പൗർണമിയിൽ പോയി കേക്കെല്ലാം കട്ട് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെയും മഴ. അങ്ങനെ ഫുള്ളൊരു മെസ്സായിരുന്നു. വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വിഭജിക വിളിച്ച് പറഞ്ഞ് ഒരാൾ വരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച് അവളായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എൻ്റെ ഫ്രണ്ട് ടിൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ വന്നപ്പോൾ ഒരു റോസിൻ്റെ ബൊക്കെയൊക്കെ കൊണ്ടുവന്ന്, ലൈക്ക് ഓൾസോ എൻ്റെ ബർത്ത്ഡേക്ക് ഞാനിപ്പം സ്വന്തമായിട്ട് ഒരു റോസൊക്കെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുവരെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നത്. എൻ്റെ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഒരുപാട് സ്പെഷ്യലാക്കി. ഇപ്പം കുറേ പേര് ബർത്ത്ഡേ ഒന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യില്ലായിരിക്കും. കുറേ പേർക്ക് ഭയങ്കര കാര്യമായിരിക്കും ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോഴേ. എൻ്റെ ലാസ്റ്റത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു ബർത്ത്ഡേ ആണ് ലാസ്റ്റ് ബർത്ത്ഡേ. പക്ഷെ ഇപ്രാവശ്യം ഒരുപാട് ഹാപ്പി, ഒരുപാട് സന്തോഷം. എൻ്റെ ബ്രദേഴ്സ് എനിക്ക് വന്നപ്പോൾ ലേസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ടിൻഡ് ലേസ് പിങ്ക് വാങ്ങിച്ചിട്ട് വന്നതാണ് ഇത്. ഓൾസോ എൻ്റെ അങ്കിളിൻ്റെ മോനാണ്. അപ്പും എവനും കൂടെ എനിക്കൊരു മൈക്ക് വാങ്ങിച്ചിരുന്നു ഗൈസ്. 1 മിനിറ്റ് ഞാൻ കാണിച്ചു തരാം, എടുത്തോണ്ട് വരട്ടെ. ഞാൻ ഓൾറെഡി കാണിച്ചല്ലേ, ഇതിന് മുമ്പത്തെ ക്ലിപ്പിൽ അത് കാണിക്കും ഞാൻ. അപ്പം കാണിച്ച് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ പറയണത്. അപ്പോൾ മൈക്ക് ഇവിടെ വെക്കണം, മൈക്കൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇനി ഞാൻ മൈക്കൊക്കെ വെച്ചിട്ടായിരിക്കും വീഡിയോ ഒക്കെ ചെയ്യണത്. അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പം ഒരുപാട് ഹാപ്പി. അപ്പം പ്രോപ്പറായിട്ട് ഈ വീഡിയോ ഒന്ന് എൻ്റെ ആക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇപ്പം തന്നെ സമയം 9:30 പിന്നെന്താ, എല്ലാ ബർത്ത്ഡേക്കും ഞാൻ ചെയ്യണ ഒരു സംഭവമാണ് ഫോട്ടോഷൂട്ട്. ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോഴേ അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഫോട്ടോഷൂട്ടൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അപ്പം എന്ത് പറയാൻ, ഒരു ബെസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ വീഡിയോൻ്റെ അകത്താണ് നമ്മൾ ഗീവ് അവേ ചെയ്യണത്. മറക്കരുത്. ഓക്കെ, ഡു കമൻറ്റ് ബിലോ. ഞാൻ അത് ഷോർട്സ് ആയിട്ട് എന്തായാലും ഇടും. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എൻ്റെ ഫസ്റ്റ് ഗീവ് അവേ ആണ്, നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഗീവ് അവേ ആണ് ഗൈസ്. അപ്പം ഇത് സക്സസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ ഒരുപാട് ഗീവ് അവേസ് ചെയ്യും. ഓക്കെ, അപ്പം എൻ്റെ ലൈഫിലെ എല്ലാ കുട്ടി മൊമെൻറ്റ്സും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണത് ഇപ്പോൾ ഒരു പതിവ് ആയിട്ടുണ്ട്. അപ്പം എന്തായാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് സ്നേഹം, സന്തോഷം. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ചിലപ്പം ഗീവ് അവേയിലെ വിന്നർ നിങ്ങളിൽ ഒരാളായിരിക്കും. ഭയങ്കര വലിയ സാധനമൊന്നും അല്ലെങ്കിലും ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലായിട്ട് ഉള്ള സംഭവങ്ങളാണ്. ഓക്കെ, അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.